മാതമംഗലം മുച്ചിലോട്ട് 2006 ഏറ്റവും അവസാനമായിട്ട് പെരുങ്കളിയാട്ടം നടന്നത്. വളരെ വലിയ ഒരു ആഘോഷം എന്ന നിലയിൽ നാടിൻ്റെ ഉത്സവം എന്ന രീതിയിൽ തന്നെയാണ് 2006 പെരുങ്കളിയാട്ടം ഇവിടെ കൊണ്ടാടിയത്. വളരെ വിപുലമായ ഒരുക്കങ്ങളായിരുന്നു. തുടർന്നിങ്ങോട്ട് സാധാരണഗതിയിൽ പെരുങ്കളിയാട്ടങ്ങൾ നടക്കുക 12 വർഷം, ഒരു വ്യാഴവട്ടം കഴിഞ്ഞതിന് ശേഷമാണ് പെരുങ്കളിയാട്ടം നടക്കുക. പ്രത്യേകിച്ച് ഈ രീതിയിൽ പെരുങ്കളിയാട്ടം നടത്താനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞത് ഇതിൻ്റെ വലിയ ഭാരിച്ച കായികാധ്വാനം, അതായത് മനുഷ്യശേഷിയുടെ ഉപയോഗം, അതേപോലെ തന്നെ സാമ്പത്തികം, ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ അതിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒത്തുചേർന്ന് അല്ലെങ്കിൽ സംഘടിപ്പിച്ച് വരുമ്പോഴത്തേക്കും ഒരു 12 വർഷമൊക്കെ കഴിയും. ആസൂത്രണ പ്രവർത്തനം അല്ലെങ്കിൽ മുൻകൂർ പ്രവർത്തനം എന്ന് പറയുന്നത് ശരിക്കും ഇതിൻ്റെ ഒരു സാമ്പത്തിക സ്വരൂപമാണ്. വലിയ തുക വേണം നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ധനസമാഹരണ കുറി എന്ന നിലയിൽ നമ്മുടെ ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു കുറി വെച്ചു. അപ്പോൾ അതിൻ്റെ ഒരു സാമ്പത്തിക നമുക്ക് സ്വരൂപിക്കാൻ വേണ്ടി പറ്റി. അതിൽ തന്നെ നമ്മുടെ ബാല്യക്കാരുടെ എടുപ്പ് നമ്മളൊരു 10,000 രൂപ തീരുമാനിച്ച് അത് കളക്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരു തുക സ്വരൂപിച്ചു കൊണ്ടാണ് ഈ വലിയ ഒരു വലിയ മഹോത്സവത്തെ നമ്മൾ ആദ്യം കണ്ടത്. അങ്ങനെയാണ്. സാധാരണഗതിയിൽ അരവ് ചായം ഉപയോഗിച്ച് പ്രകൃതിദത്തമായ കളർ ഉപയോഗിച്ചായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മളിത് ഇനാമൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അരവ് ചായത്തിൻ്റെ ലഭ്യത കുറവും പിന്നെ ഇതിൻ്റെ ഈടുനിൽപ്പും പ്രശ്നം കൊണ്ടാണ് നമ്മൾ ഇനാമൽ ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും പഞ്ചവർണ്ണാധിഷ്ഠിതമായിട്ടാണ് ഇത് ചെയ്യാറ്. ചുവപ്പ്, മഞ്ഞ, കറുപ്പ്, പച്ച, വെള്ള എന്നീ കളറുകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും വ്യാളി, മകരത്തല, കിംപുരുഷൻ, തെയ്യങ്ങളുടെ പാവകൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ മുച്ചിലോടിൻ്റെ ഇതിൽ പുള്ളൂറ് കാളി, തമ്പുരാട്ടി പുള്ളൂറ് കാളി, പുള്ളൂറ് കണ്ണൻ, പുലിയൂര് കാളി, ഞരമ്പിൽ ഭഗവതി, തൊണ്ടച്ചൻ എന്നീ തെയ്യങ്ങളാണ് മുഖത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നമുക്ക് വളരെ പരിമിതമായ സ്ഥല സൗകര്യങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അതിൽ കുറച്ച് സ്ഥലം ഈ കണ്ണൻകാരനവരുടെ പറമ്പും അവരുടെ കുടുംബത്തിൻ്റെ പറമ്പുകളും പിന്നെ മുമ്പെല്ലാം അന്തരീക്ഷൻ്റെ കുറേ സ്ഥലങ്ങളും കൂടെ കിട്ടിയതുകൊണ്ട് അത് തുടക്കത്തിൽ തന്നെ അവിടെയുള്ള മരങ്ങളെല്ലാം മുറിച്ച് അത് നമ്മൾ വിറകിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഫസ്റ്റിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഗ്രൗണ്ട് ലെവൽ ചെയ്യേണ്ട ഒരു പരിപാടിയായിരുന്നു. ഭക്ഷണശാലയായാലും ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലമായാലും സാംസ്കാരിക പരിപാടിയാക്കുന്ന സ്ഥലമായാലും അതിന് വേണ്ടി JCB പ്രവർത്തനം കുറേ ഇവിടെ നടന്നു. ഇപ്പോഴീ കഴിഞ്ഞ നിലമ്പണിന് ശേഷം നമ്മുടെ ബാല്യക്കാരൻ എല്ലാ അംഗങ്ങളും നാട്ടിലെ എല്ലാവരും എന്ന് പറഞ്ഞാൽ ജാതിഭേദമില്ലാതെ എല്ലാവരും വന്ന് ഇവിടെ പണികളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്.